ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വർക്ക് ഡൺ ഇൻ എ റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. വർക്ക് ഡൺ ഇൻ എ റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. റിവേഴ്സിബിൾ adiabatic എക്സ്പാൻഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അഡിയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ, പിന്നെ റിവേഴ്സിബിൾ പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്നാണ് വരുന്നത്. ഈ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ, ഡബ്ല്യൂക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എൻ ഇൻറ്റു സി വി ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് മീൻ T2 മൈനസ് T1. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. നമുക്കറിയാം ഡിവൈഡിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സി പി മൈനസ് സി വി. ഈ ഇക്വേഷനിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യുന്നു? സി പി മൈനസ് സി വി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. സോ വി ഗെറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സി വി, സി വി അവിടെ ഉണ്ട്, എൻ ഇൻറ്റു സി വി ഇൻറ്റു നമ്മളിതിന് എന്ത് ചെയ്യുന്നു? എൻ ഇൻറ്റു സി വി ഇൻറ്റു T2 മൈനസ് T1. സോ സി വി ഇൻറ്റു T2 മൈനസ് T1. ഞാൻ എന്നിട്ട് സി പി മൈനസ് സി വി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സി പി മൈനസ് സി വി കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു, മൾട്ടിപ്ലൈയും ചെയ്യുന്നു. അതുകൊണ്ട് വിലയ്ക്ക് വ്യത്യാസമില്ല. സോ ഞാനിതിനെ സി പി മൈനസ് സി വി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ മൾട്ടിപ്ലൈയും ചെയ്തു. ഇനി ചെറിയൊരു കറക്ഷൻ ഞാൻ വരുത്തുന്നു. ഇവിടെ ഞാൻ സി വി എഴുതിയതിന് പകരം, ഇവിടെ ഇങ്ങനെ സി വി എഴുതിയതിന് പകരം ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ സി വി എന്ന് കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ സി വി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നെ ഈ ഒരു ടേം ദിസ് വൺ ഡിവൈഡഡ് ബൈ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റെസിപ്രോക്കലായിട്ടാണ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ സി വി ബൈ സി പി മൈനസ് സി വി എന്ന് വരും. സോ സി വി ന്യൂമറേറ്ററിൽ തന്നെ വരും. അപ്പം സി വി ഇവിടെ എഴുതിയതിന് പകരം സാറ് ഡിവൈഡഡ് ബൈ സി വി എന്ന് ഇവിടെ എഴുതിയത് കൊണ്ട് വിലയ്ക്ക് എന്ത് ചെയ്യില്ല, കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരില്ല. അപ്പം ഞാനിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഞാൻ ഈ പ്രകാരം ഒന്ന് എഴുതിയതാണ്. അപ്പോൾ നമുക്കിതിനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു സി പി മൈനസ് സി വി ഇൻറ്റു T2 മൈനസ് T1 ഓൾ ഡിവൈഡഡ് ബൈ സി പി മൈനസ് സി വി. ഇവിടെ നോക്കുക, ഞാൻ ഇതിനെ ചെറിയൊരു റീഅറേഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സി പി മൈനസ് സി വി ഇൻറ്റു T2 മൈനസ് T1 ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? സി പി മൈനസ് സി വി എന്നായിരുന്നു. സി പി മൈനസ് സി വിനെ ഞാൻ തിരിച്ച് സി വി മൈനസ് സി പി എന്ന് എഴുതുകയാണെങ്കിൽ എന്താവും? മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് ഇടും അല്ലേ? ഇവിടുന്ന് മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്കിതിന് എന്തെഴുതാം? പ്ലസ് സി വി മൈനസ് സി പി എന്ന്. ഇവിടെ സി പി പ്ലസും സി വി മൈനസും ആണ്. ഇതിനെ ഞാൻ തിരിച്ചെഴുതുമ്പം സി വി മൈനസ് സി പി എന്ന് ഞാൻ എഴുതുമ്പം മൈനസ് കോമൺ ആയിട്ട് പുറത്തിടും. ആ മൈനസിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കാണിക്കുന്നു. അപ്പം അങ്ങനെ ഇടുമ്പം വരുന്ന മൈനസിനെ ഞാൻ അവിടെ കാണിച്ചു. മൈനസ് എൻ ഇൻറ്റു സി പി മൈനസ് സി വി ഇൻറ്റു T2 മൈനസ് T1 ഓൾ ഡിവൈഡഡ് ബൈ സി വി മൈനസ് സി പി ഓൾ ഡിവൈഡഡ് ബൈ സി വി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു സി പി മൈനസ് സി വി ഇൻറ്റു T2 മൈനസ് T1 ഓൾ ഡിവൈഡഡ് ബൈ സി വി മൈനസ് സി പി ഓൾ ഡിവൈഡ് ബൈ സി വി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? സി വി ബൈ സി വി മൈനസ് സി പി ബൈ സി വി എനിക്കിങ്ങനെ എഴുതിക്കൂടെ? സോ സി വി ബൈ സി വി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിക്കം 1 എന്ന് വരും, മൈനസ് സി പി ബൈ സി വി. നമുക്കറിയാം സി പി ബൈ സി വി, സി പി ബൈ സി വി. ഓക്കെ, നോക്കിയേ, നമ്മൾ കുറച്ചും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സി പി മൈനസ് സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ. നമുക്കറിയാം സി പി ബൈ സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ആണ്. ആ റേഷ്യോയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഗാമ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. സോ വർക്ക് ഡൺ ഫോർ അഡിയബാറ്റിക് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ദാറ്റ് ഈസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു
മൈനസ് എൻ ഇൻറ്റു ആ സി പി മൈനസ് സി വിയെ നമുക്ക് ആറെന്ന് എഴുതാം. T2 മൈനസ് T1 ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ എന്നെഴുതാം. സോ ദിസ് ഈസ് ദ അഡിയബാറ്റിക് റിവേഴ്സിബിൾ expansion of work. So the process is considered under reversible condition. We have replaced W as W max. Okay, ഇത്രയുമാണ് നമുക്ക് അഡിയബാറ്റിക് വർക്കിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇത് ഇത്രയും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ പറ്റിയിട്ടല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ വി ഡിസ്കസ് ദ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് റിയൽ ഗ്യാസ്. റിയൽ ഗ്യാസിൽ എന്ത് മാറ്റമാണ് നമുക്ക് വരാൻ കഴിയും? നമ്മൾ ഇതുവരെയും പറഞ്ഞത് ഐഡിയൽ ഗ്യാസിൻ്റെ കേസാണ്. നൗ വി ആർ ഡിസ്കസിങ് ദ റിയൽ ഗ്യാസ്. സോ ഐഡിയൽ ഗ്യാസ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് റിയൽ ഗ്യാസ്. അപ്പം റിയൽ ഗ്യാസിനെ കേസിൽ വർക്ക് ഡൺ W റിവേഴ്സിബിൾ ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ V1 ടു V2 PdV. നമുക്കറിയാവുന്ന കേസാണിത്. എൻ മോളിക്യൂൾ, പിന്നെ നമുക്ക് ഇതിനകത്തറിയാലോ എൻ മോൾസ് ഓഫ് ഗ്യാസ് ആണെങ്കിൽ ആ റിയൽ ഗ്യാസിൻ്റെ വാണ്ടർവാൾസ് ഇക്വേഷൻ P പ്ലസ് AN സ്ക്വയർ ബൈ V സ്ക്വയർ ഇൻറ്റു V മൈനസ് NB ദാറ്റ് ഈസ് ഈക്വൽ ടു NRT. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PV ഈസ് ഈക്വൽ ടു NRT ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് വോളിയം ടേമിലും പ്രഷറിൻ്റെ ടേമിലും ചെറിയൊരു കറക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐഡിയൽ ഗ്യാസിൻ്റെ പിന്നെ എല്ലാ ഗ്യാസുകൾക്കും ഈ ഇക്വേഷൻ ഒബേ ചെയ്യും. അപ്പോൾ റിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്നത് പ്രഷറിൻ്റെ ടേമിലും വോളിയത്തിൻ്റെ ടേമിലും ചെറിയൊരു കറക്ഷൻ ടേം വേണം. ഇതാണ് നിങ്ങൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ പഠിക്കുന്നത്. അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിങ്ങൾ പഠിക്കും. എനിവേ റിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് P പ്ലസ് AN സ്ക്വയർ ബൈ V സ്ക്വയർ ഇൻറ്റു V മൈനസ് NB ദാറ്റ് ഈസ് ഈക്വൽ ടു NRT. അപ്പം വാണ്ടർവാൾ ഇക്വേഷൻ്റെ കേസിൽ നമുക്കിവിടെ പ്രഷറിനുള്ള എക്സ്പ്രഷൻ എഴുതാം. സോ നമുക്കിവിടെ എഴുതാം P പ്ലസ് AN സ്ക്വയർ ബൈ V സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു NRT ഡിവൈഡഡ് ബൈ V മൈനസ് NB അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ P ഈക്വൽ ടു എങ്ങനെ എഴുതും? P ഈക്വൽ ടു എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ഒരു ടേമിനെ പ്ലസ് ഈ ഒരു സാധനത്തിന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് എന്നായിട്ട് മാറും. സോ നമുക്കിതിനെ P ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. So that is P is equal to pressure P equal to nRT by V minus NB minus AN square by V square. This is the expressions for pressure in real gas. റിയൽ ഗ്യാസിൽ ഈ എക്സ്പ്രഷൻ വരും. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള പ്രഷറിലേക്ക് ഈ W റിവേഴ്സിബിൾ ഫോർ എ റിയൽ ഗ്യാസ് എന്നുള്ള ഇക്വേഷനിൽ ഈ പ്രഷർ ടേമിലേക്ക് നമ്മൾ ഈ കിട്ടിയ വാല്യൂവിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും W റിവേഴ്സിബിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ V1 ടു V2 NRT ബൈ V മൈനസ് NB മൈനസ് AN സ്ക്വയർ ബൈ V സ്ക്വയർ ഇൻറ്റു DV. നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ V1 ടു V2 മൈനസ് ഇൻ്റഗ്രൽ V1 ടു V2 NRT ബൈ V മൈനസ് NB ഇൻറ്റു DV പ്ലസ് ഇൻ്റഗ്രൽ V1 ടു V2. കാരണം നമ്മളിവിടെ ഈ മൈനസ് ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എഴുതി. അപ്പം ഈ മൈനസിനെ എഴുതി കഴിഞ്ഞാൽ ഈ മൈനസിനെ ഇന്നത്തേക്ക് എഴുതി കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ മൈനസ് എഴുതി, ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അതാണ് ഇവിടെ നമ്മൾ പ്ലസ് ആക്കി എഴുതിയത്. പ്ലസ് V1 ടു V2 AN സ്ക്വയർ ബൈ V സ്ക്വയർ ഇൻറ്റു DV നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് NRT നോക്കൂ NRT 1 ബൈ V മൈനസ് NB എന്ന് പറഞ്ഞാൽ LN V മൈനസ് NB. ആ V മൈനസ് NB അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? LN V2 മൈനസ് NB ഡിവൈഡഡ് ബൈ V1 മൈനസ് NB മൈനസ്
പ്ലസ് എന്നായിരിക്കും വരിക. എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്നാണ്. സോ എ എൻ സ്ക്വയർ കോൺസ്റ്റൻ്റ് പുറത്തെടുത്താൽ 1/v² എന്ന് വരും. 1/v² എന്ന് പറഞ്ഞാൽ -1/v എന്ന് വരും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പം -1/, അപ്പോൾ പ്ലസ് മൈനസ് കൂടി മൈനസ് ആവും. സോ നമ്മളിവിടെ മൈനസ് കൊടുക്കുന്നു. -an² ഇൻറ്റു 1/v2 -1/v1. ഓക്കെ, ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസിനെ ഒഴിവാക്കാനാണെങ്കിൽ നമ്മൾ എഴുതുമ്പം nRT ln v1 മൈനസ് എൻ ബി ഡിവൈഡഡ് ബൈ v1 v2 മൈനസ് എൻ ബി. അപ്പോൾ ഇവിടെ എന്തായി? ഫസ്റ്റത്തെ ടൈമിലെ മൈനസ് പോയി പ്ലസ് ഇവിടെയും മൈനസ് ഒഴിവാക്കുകയാണെങ്കിൽ an² ഇൻറ്റു 1/v2 മൈനസ് 1/v1. ഓക്കെ, 1/v2 മൈനസ് 1/v1 അല്ല 1/v1 മൈനസ് 1/v2 അങ്ങനല്ലേ പറഞ്ഞേ? അത് പ്ലസ് ആക്കിയില്ലേ? 1/v1 മൈനസ് 1/v2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു nRT ln v1 മൈനസ് എൻ ബി ഓൾ ഡിവൈഡഡ് ബൈ v2 മൈനസ് എൻ ബി പ്ലസ് an² ഇൻറ്റു v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ v1 v2. So this is the expressions for work expansion of reversible isothermal expansion of real gas. Okay, clear? നെക്സ്റ്റ് എക്സ്പാൻഷൻസ് ഫോർ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. ഇതേ സിസ്റ്റത്തിൻ്റെ റിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ത് വരും എന്നാണ്. നമുക്കറിയാം പ്രഷറിനുള്ള എക്സ്പ്രഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് കണ്ടു. nRT റിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇറ്റ് ഈസ് nRT ബൈ വി മൈനസ് എൻ ബി മൈനസ് an² ബൈ v² എന്നാണ് വരുന്നത്. ഇതിൽ പ്രഷറിൻ്റെ കറക്ഷൻ ടേമാണ് an² ബൈ v² എന്ന് പറയുന്നത്. ഈ പ്രഷർ കറക്ഷൻ ടേമിനെ നമ്മൾ ഇൻറ്റേർണൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് വിളിക്കും. സോ ഹിയർ ദ ക്വാണ്ടിറ്റി an² ബൈ v² വി കോൾഡ് ഇറ്റ് ആസ് ഇൻറ്റേർണൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്. തെർമോഡൈനാമിക് ടേമിൽ ഇൻറ്റേർണൽ പ്രഷറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ∂u/∂v അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നാണ്. എന്താ പറഞ്ഞത്? ഈ പ്രഷറിൻ്റെ എക്സ്പ്രഷൻ റിയൽ ഗ്യാസിലെ പ്രഷറിൻ്റെ എക്സ്പ്രഷനാണ്. ഇതിൽ വന്നിട്ടുള്ള ഈ പ്രഷറിൻ്റെ കറക്ഷൻ ടേമായിട്ടാണ് an² ബൈ v² വന്നിട്ടുള്ളത്. ഈ കറക്ഷൻ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ തെർമോഡൈനാമിക് ടേമിൽ ഇൻറ്റേർണൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡിനോട്ടഡ് ആസ് ഓർ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ∂u/∂v അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെങ്ങനെ എഴുതാം? ∂u/∂v അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു an² ബൈ v² എന്ന് എഴുതാം. an² ബൈ v² എന്ന് എഴുതാം. സോ ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ ദ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇക്വേഷനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇങ്ങനെ: du/dv which is equal to constant temperature ആണ് an² by v². Here du is equal to an² by v² into dv. നമുക്ക് u കാണണം എന്നുണ്ടെങ്കിൽ we should integrate this quantity. We should integrate these from u1 to u2 and an² by v2 dv is also integrated from v1 to v2. So we can written as u2 minus u1 is equal to minus an². u2 minus u1 is equal to നമ്മളിവിടെ ഇൻ്റഗ്രൽ ആക്കി എഴുതിയില്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? എ കോൺസ്റ്റൻ്റ് ആണ്, എൻ എന്നുള്ളതും കോൺസ്റ്റൻ്റ് ആണ്, വി മാത്രമേ വേരിയബിൾ ഉള്ളൂ. അപ്പോൾ ആ an² നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/v² dv എന്നാണ്. 1/v² dv എന്ന് പറഞ്ഞാൽ -1 അല്ലെങ്കിൽ v⁻⁻1 ഡിവൈഡഡ് ബൈ -1 വരും. ഓക്കെ, 2 - 1 1/1. ഓക്കെ, അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇക്വേഷനെ നമുക്ക് ഒന്നായിട്ട് എഴുതാം. ആ മൈനസിനെ കോമണായിട്ട് പുറത്തിട്ടു. an² ഇൻറ്റു 1/v2 - 1/v1.
So delta U, change in internal energy delta U is equal to minus AN square into 1 by V2 minus 1 by V1. Okay, 1 by V2 minus 1 by V1. ഇവിടെ മൈനസ് ടേമിനുള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ മൈനസ് ടേമിനുള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാവും, മൈനസും മൈനസും കൂടെ പ്ലസ് ആയി പോകും. സോ 1 by V1 മൈനസ് 1 by V2 എന്ന് വരും. ഇറ്റ്സ് ബിക്കം 1 by V1 മൈനസ് 1 by V2 എന്ന് വരും. 1 by V1 മൈനസ് 1 by V2 എന്ന് വരും. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി ഇസ് ഈക്വൽ ടു AN സ്ക്വയർ, ഇപ്പോൾ ഇവിടെ നിന്ന് മൈനസ് പോയിട്ടുണ്ടാവും, AN സ്ക്വയർ ഇൻറ്റു V2 minus V1 divided by V1 V2. So this is the expressions for internal energy. Okay. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സ്പ്രഷൻസ് ഫോർ എൻതാൽപ്പി ചേഞ്ച്, ഡെൽറ്റ എച്ചിനുള്ള എക്സ്പ്രഷനാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. എക്സ്പ്രഷൻസ് ഫോർ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ചിനുള്ളത് നമുക്കറിയാം. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ നമുക്ക് P2 V2 മൈനസ് P1 V1 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇത് പിന്നെ റിയൽ ഗ്യാസിൻ്റെ കേസിൽ, വാണ്ടർവാൾസ് ഇക്വേഷൻ്റെ കേസിൽ ഇതിലെ നമുക്ക് പ്രഷറിൻ്റെ ടേമിലേക്ക് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് പി വി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പി ഇസ് ഈക്വൽ ടു NRT ബൈ വി ഇൻറ്റു എൻ ബി മൈനസ് AN സ്ക്വയർ ബൈ വി സ്ക്വയർ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ടേമാണ് നമുക്ക് കിട്ടുക. മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് ബൈ വി. ഇത് ഇക്വേഷൻ്റെ രണ്ട് സൈഡിനെയും നമുക്കിനി വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു NRT വി ബൈ വി മൈനസ് എൻ ബി മൈനസ് AN സ്ക്വയർ ബൈ വി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് അവിടെ എക്സ്പ്രഷൻ കിട്ടുക. ഇനി അപ്രോപ്രിയേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് P1 V1 ആൻഡ് P2 V2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ഡെൽറ്റ എച്ച്, ദറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച്, ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു internal energy plus NRT V2 by V2 minus NB minus NRT V1 by V1 minus NB minus AN square by V1 ഇങ്ങനെ വരും. ഓക്കെ, സോ ഇതൊന്നായിട്ടുള്ള എക്സ്പ്രഷനാണ്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് NRT V2 by V2 minus NB minus AN square by V square N square by V2. Okay, V2 minus NRT V1 by V1 minus NB minus AN square by V1. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനിൽ നിന്ന് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഫസ്റ്റത്തെ ആ ഒരു എക്സ്പാൻഷൻ ടേമിൽ നമ്മൾ NRT നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. NRT എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? V2 ബൈ V2 മൈനസ് NB ഡെൽറ്റ NRT നമ്മളെടുത്തു. then V2 ബൈ V2 മൈനസ് NB V2 ബൈ V2 മൈനസ് NB delta H is equal to delta U plus NRT plus V2 by V2 minus NB minus V1 divided by
V1 minus NB plus AN square into 1 by V1 minus 1 by V2. ഓക്കെ, സോ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എൻ ആർ ടി, കോമൺ ആയിട്ട് എൻ ആർ ടിയെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം 1 പ്ലസ് എൻ ബി ബൈ V2 മൈനസ് എൻ ബി മൈനസ് 1 പ്ലസ് എൻ ബി ബൈ V1 മൈനസ് എൻ ബി പ്ലസ് എ എൻ സ്ക്വയർ ഇൻറ്റു 1 ബൈ V1 മൈനസ് 1 ബൈ V2. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡെൽറ്റ എച്ച് വാല്യൂ, എൻതാൽപ്പി വാല്യൂ. ഓക്കെ, എൻതാൽപ്പി വാല്യൂ കാണാനുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഇതിൽ നമ്മൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ഇയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 2an സ്ക്വയർ ഇൻറ്റു 1 V2 മൈനസ് V1 ബൈ V1 V2 പ്ലസ് n സ്ക്വയർ BRT ഇൻറ്റു V1 മൈനസ് V2 ഡിവൈഡ് ബൈ V1 മൈനസ് NB ഇൻറ്റു V2 മൈനസ് NB. ഓക്കെ, നമുക്കിങ്ങനെ കിട്ടും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻസ് ഫോർ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ. ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് കണ്ടുപിടിക്കാം. റിയൽ ഗ്യാസിൻ്റെ നിങ്ങൾ നോക്കുക, ഡെൽറ്റ ക്യൂ ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു എന്നാണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ യുവും ഡബ്ല്യുവും കൊടുത്തു കഴിയുമ്പം AN സ്ക്വയർ ഫസ്റ്റ്